ഹലോ. ഇന്ന് കുറച്ച് ചെടികൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്. കൂടെ കസിൻ സിസ്റ്ററും ഉണ്ട്. നമ്മുടെ വീട് മണ്ണുത്തിയാണ്, അതുകൊണ്ട് തന്നെ നഴ്സറിക്ക് ഇവിടെ ഒട്ടും ക്ഷാമമില്ല. എന്നാലും നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള നഴ്സറിയിലേക്ക് ആദ്യം പോകാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലമുള്ളത് അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഇവിടെ ഒത്തിരി പ്രൈവറ്റ് ആയിട്ടുള്ള നഴ്സറികളുണ്ടെങ്കിലും യൂണിവേഴ്സിറ്റിക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാകുമെന്നാണ് പറഞ്ഞത്. എന്തായാലും പോയിട്ട് നമുക്ക് നേരിട്ട് നോക്കാം. ഈ സ്ഥലം വരുന്നത് നമ്മുടെ തൃശ്ശൂർ പാലക്കാട് ഹൈവേയുടെ തൊട്ടടുത്ത്, ആ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് ഹൈവേയുടെ തൊട്ടടുത്താണ് യൂണിവേഴ്സിറ്റി. ആ പാടമൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ 2 വീലറിനാണ് പോയത്. ഇങ്ങോട്ട് കയറാൻ പ്രത്യേകിച്ച് അങ്ങനെ എൻട്രൻസ് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും വരാം, നമുക്ക് നോക്കാം, പർച്ചേസ് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ എടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇവിടെ കണ്ടോ, ലെഫ്റ്റ് സൈഡിൽ അത്യാവശ്യം ഇലച്ചെടികൾ, ഇൻഡോർ പ്ലാന്റൊക്കെ അത്യാവശ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ ഒരു സെക്ഷൻ മാത്രമേ ഇതുള്ളൂ. ഇവിടെ മെയിനായിട്ട് വരുന്നത് പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി തൈകൾ, അതുപോലെ മരങ്ങൾ, അങ്ങനത്തെ സാധനങ്ങളാണ്. ഇങ്ങനെ ഗാർഡനിലേക്ക് ആവശ്യമായ ചെടികളൊക്കെ ആക്ച്വലി കുറവാണ്. ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഒരു അടുക്കളത്തോട്ടം അല്ലെങ്കിൽ മരം, അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ എല്ലാ നഴ്സറിയും പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. നല്ല തണുപ്പായിരുന്നു. എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന പച്ചക്കറി തൈകളൊക്കെ കണ്ടോ, 2 രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഞാൻ വളരെ ഞെട്ടിപ്പോയി. ഞാൻ വേറെ എവിടെ നിന്നും ഇങ്ങനെ പർച്ചേസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ 2 രൂപ കുറവാണോ കൂടുതലാണോ എനിക്കറിയില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. ചിലത് 2 രൂപ, ചിലത് 5 രൂപ, ചിലത് 3 രൂപ, ചിലത് 10 രൂപ. അതായത് ഒരു 100 രൂപ കൊണ്ടുവന്നാൽ നമുക്ക് അത്യാവശ്യം ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനുള്ള പച്ചക്കറിയുടെ തൈകൾ ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകാം. തക്കാളി, വഴുതനങ്ങ, കുമ്പളങ്ങ, മത്തങ്ങ, എല്ലാ പച്ചക്കറികളും, നമ്മുടെ കേരളത്തിലുണ്ടാകുന്ന എല്ലാ പച്ചക്കറിയുടെ വിത്തുകളും തൈകളും ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഒന്നും ഹൈബ്രിഡ് അല്ല, പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഇവിടെ നിന്ന് അച്ഛൻ മേടിച്ചിട്ട് വന്നിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുണ്ടായിട്ട് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാനതിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യാം. അതിങ്ങനെ വീട്ടിലുണ്ടായി നിൽക്കുന്ന തക്കാളിയുടെയും വഴുതനങ്ങയുടെ ഒക്കെ വീഡിയോ. ചെടികൾ തപ്പി ഇറങ്ങിയോണ്ട് തന്നെ ഇവിടെ അധികം ഗാർഡനിലേക്ക് പറ്റി ചെടിയില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് കുറച്ച് പച്ചക്കറി തൈകളാണ് ഞങ്ങൾ മേടിച്ചത്. അത് കഴിഞ്ഞ് നമുക്കിനി കുറച്ച് പ്രൈവറ്റ് നഴ്സറിയിൽ കൂടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ പോണേക്കാളും മുന്നേ ജസ്റ്റ് ആ നഴ്സറിയിൽ നിന്ന് ഫുള്ള് കാണുമ്പോഴാണ് ഈ ഒരു കുളം ശ്രദ്ധയിൽപ്പെട്ടത്. കിണറാണോ കുളമാണോ എന്നൊരു ഡൗട്ടാണ്. കാരണം കിണർ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്, പക്ഷേ ഒരു വലിയ കിണർ. കുളം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇവിടേക്ക് അങ്ങനെ ഇറങ്ങുന്നില്ല ആരും. ഈ നഴ്സറിയിലേക്ക് ഫുള്ള് വെള്ളം കൊണ്ടുപോകുന്നത് ഈ കുളത്തിൽ നിന്നാണ്. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇതൊരു ഭീകര സെറ്റപ്പാണ്. പക്ഷേ എന്നെ ഏറ്റവും അട്രാക്റ്റ് ചെയ്ത ആ വെള്ളത്തിൻ്റെ ഒരു ക്ലാരിറ്റിയാണ്. എന്ത് ക്ലിയറാല്ലേ വെള്ളം. മാവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വരാം, കാരണം വെറൈറ്റീസ് ഓഫ് മാവും തൈകളാണ് ഇവിടെ ഉള്ളത്. ആ പച്ച ഷീറ്റ് അടിച്ച സാധനത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അവിടെ റിസർച്ച് നടക്കുന്ന സ്ഥലമാണ് പ്ലാന്റ്സിൻ്റെ. പിന്നെ ഇതാണ് അവിടുത്തെ ചെടികളുടെയൊക്കെ വിലയുടെ ഡീറ്റെയിൽസ്. നമ്മളത് കഴിഞ്ഞ് പോയ ഒരു നഴ്സറിയാണിത്. ഇത് കണ്ടോ, ഇതാണ് ക്രിസ്മസ് പ്ലാന്റ്. ക്രിസ്മസ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ തണുപ്പുള്ള സമയത്ത് ഈ പ്ലാന്റിൻ്റെ ഇല വേറെ റെഡ് കളറായിട്ട് മാറും. റെഡ്, പിങ്ക്, ഇവിടെ തന്നെ ഒരു 4-5 വെറൈറ്റി കണ്ടു കളർ ഷെയ്ഡ്. തണുപ്പില്ലാത്ത സമയത്ത് ഗ്രീനായിട്ട് തന്നെ നിൽക്കും. നല്ല വെറൈറ്റിയാണ്. ഈ ഒരു നഴ്സറിയിൽ നമ്മൾ കണ്ടത് കൂടുതലും ഒരു മോഡേൺ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് ചെടികളാണ്. അതായത് ഇൻഡോർ പ്ലാന്റിനും അതുപോലെ ട്രോപ്പിക്കൽ ഗാർഡനൊക്കെ പറ്റിയ സാധനങ്ങൾ. ഇവിടെ കണ്ടോ, ഹാങ്ങിങ് പ്ലാന്റ്സ് നമ്മൾ കൂടുതലും മണി പ്ലാന്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവുക. ഇവിടെ അതിൽ തന്നെ കുറേ വെറൈറ്റീസ് കണ്ടായിരുന്നു. ഈ കിടക്കുന്നതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. റേറ്റ് വരാൻ കാരണം വേറെ ഒന്നുമല്ല, ഇത് ഈ ഒരു ലെവലിൽ എത്തിക്കാൻ അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ചെടികളുടെ ഒക്കെ ഒരു പ്രത്യേകത അറിയാമല്ലോ, ചിലത് ഉണ്ടായി കഴിഞ്ഞ് കുറേ നാളങ്ങനെ നിൽക്കും. പെട്ടെന്ന് നമ്മുടെ സാധാ നാടൻ ചെടികളൊക്കെ പെട്ടെന്ന് തന്നെ നാശമായി പോവില്ലേ, അതായത് ഷോർട്ട് ടൈം വരുന്ന ചെടികൾ. ഇതൊക്കെ അത്യാവശ്യം നിൽക്കുന്നതാണ്. ഇത് ക്രിസ്മസ് പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വേർഷനാണ്. ഇതിൻ്റെ ഇല വളരെ ചെറുതാണ്, പക്ഷേ ഒരു മരം പോലെ വരും. അതൊരു മിനിയേച്ചർ മരം ഫോമാണ്. പിന്നെ ആന്തൂര്യത്തിൻ്റെ കുറേ ചെടികളുണ്ട്. എനിക്ക് സത്യം പറഞ്ഞത് ഇഷ്ടമായി. ഞാനിതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടികളാണ്. ഒത്തിരി ആന്തൂര്യം വന്നിറങ്ങിയിട്ടുണ്ട്. ഈ ചെടി ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ. ഇവനെ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ഇത് ക്രിസ്മസ് പ്ലാന്റിൻ്റെ തന്നെ തൈ വേർഷൻ. ഇതിൽ വെറും 100 രൂപയെ വരുന്നുള്ളൂ. പിന്നെ പല ചെടികൾ. അതുപോലെ ഇത് കണ്ടോ, ഈ ഒരു ചെടി ഇങ്ങനെ ആക്കാൻ അത്യാവശ്യം ഇത് 4000 രൂപ വരുന്ന ചെടിയാണ്. ഇത് 4000 എന്ന് പറയുമ്പോൾ ഒരു 4 വർഷം എടുത്തിട്ടായിരിക്കണം ഇതിങ്ങനെ ആയിട്ടുണ്ടാവുക. ഒരു മരത്തിൻ്റെ മിനിയേച്ചർ വേർഷനാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. 4000 ഇതിനൊട്ടും കുറഞ്ഞൊരു വിലയല്ല സത്യം പറഞ്ഞാൽ. പിന്നെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബൊഗെയിൻ വില്ലാസിൻ്റെ
വെറൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ പോരാ, അത്രമാത്രം വെറൈറ്റി ഉണ്ട് ഇവിടെ. നമ്മൾ സാധാരണ കൂടുതലും പിങ്ക്, റെഡ്, വൈറ്റ് ഒക്കെ അല്ലേ കണ്ടുവരാം. ഇത് കണ്ടോ, ഇവിടെ മഞ്ഞ കളർ ഇലയിലാണ് പിങ്ക് പൂ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ നല്ല റോസ് കളറും അതിൻ്റെ അറ്റത്ത് കുറച്ച് ഡാർക്ക് പിങ്കും വരുന്നത് കണ്ടോ. ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കൂ. സത്യം പറഞ്ഞാൽ ഈ നഴ്സറിയിലൊക്കെ വരുമ്പോൾ എല്ലാ ചെടിയും നമുക്ക് വാങ്ങാൻ തോന്നും, പക്ഷെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല, കാരണം എല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ കാണുന്നത് ഉണ്ടല്ലോ, ഇത് നമ്മുടെ ക്രിസ്മസ് പ്ലാന്റിൻ്റെ ഏറ്റവും ചെറിയ തൈയാണ്. ഇതിന് വെറും 100 രൂപയുള്ളൂ. പക്ഷെ ഞാൻ മേടിച്ചില്ല. ക്രിസ്മസൊക്കെ കഴിഞ്ഞില്ലേ, നമുക്ക് അടുത്ത ക്രിസ്മസ് ആകുമ്പോൾ നോക്കാം. പിന്നെ ചെറിയ ചെറിയ പൂവുണ്ടാവുന്ന ചെടികൾ, പൂക്കൾ ഇല്ലാത്ത ഇലകൾക്ക് മാത്രം ഭംഗിയുള്ള ചെടികൾ. എനിക്ക് സത്യം പറഞ്ഞാൽ പൂക്കളുണ്ടാവുന്ന ചെടിയേക്കാൾ ഇഷ്ടം ഇല ഭംഗിയുള്ള ചെടികളാണ്. ഇത് കണ്ടോ, നമ്മുടെ ബട്ടർഫ്ലൈ ചെടി. ഇതിപ്പോൾ അത്യാവശ്യം ഫേമസ് ആണ്, പലരും പറയുന്നത് കേട്ടു. ചിലർ ഇതൊക്കെ തപ്പി നടക്കുന്നുണ്ട്. ഇവിടെ ഇതൊക്കെ അവൈലബിൾ ആണ്. ചിലർക്കൊക്കെ നന്നായി പൂക്കളുണ്ടാവുന്ന ചെടികളായിരിക്കും ഇഷ്ടം. എനിക്കൊക്കെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലകൾക്ക് തന്നെ നല്ല ഭംഗി വരുന്ന ചെടികളില്ലേ, എനിക്ക് സത്യം പറഞ്ഞാൽ അതാണ് ഇഷ്ടം. ഞാനിപ്പോഴും പർച്ചേസ് ചെയ്യുക അങ്ങനത്തെ ചെടികളാണ്. അപ്പോൾ നമ്മൾ അത്യാവശ്യം കുറച്ച് നഴ്സറികളൊക്കെ കയറി ഇറങ്ങി. ഇത് ലാസ്റ്റ് ഞാൻ കാണിച്ചിരിക്കുന്ന പല പല ചെടികൾ പല പല നഴ്സറികളിലുള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ മണ്ണുത്തി ഭാഗത്ത് അത്യാവശ്യം എന്നല്ല, നല്ല രീതിയിൽ തന്നെ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് കിട്ടും. ഈ വീഡിയോയുടെ ഈ ലാസ്റ്റ് ഭാഗം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. വളരെ നല്ല കാര്യം. കാരണം സൈക്കോളജി തന്നെ പറയുന്നുണ്ട്, ഒരു ഗാർഡനിങ് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലായാലും നമ്മുടെ ചിന്തകളിലായാലും ഒരു പോസിറ്റീവ് എനർജി തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.